പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണല്ലോ ജാൻമണി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ? എന്റെ പ്രിയപ്പെട്ട സതീശന്റെ അമ്മയെ കുറിച്ചാണ്. സതീശന്റെ അമ്മയെ കുറിച്ചാണ് ജാൻമണി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെങ്കിൽ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെങ്കിൽ സതീശ വെറുതെ വിടുമായിരുന്നു ജാൻമണിയെ? പോട്ടെ, സതീശനെ കുറിച്ചല്ല എന്ന് വിചാരിക്കാം. പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ അമ്മയെ കുറിച്ച്, നരേന്ദ്രമോദിയുടെ അമ്മയെ എങ്ങനെയാണോ ജാൻമണി അധിക്ഷേപിച്ചത്, അതേപോലെ പിണറായി വിജയനെ കുറിച്ച്, പിണറായി വിജയന്റെ അച്ഛൻ മരിച്ച് 3 വർഷത്തിന് ശേഷമാണ് പിണറായി വിജയന്റെ അമ്മ പിണറായി വിജയനെ പ്രസവിച്ചത് എന്ന് ജാൻമണി പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടുത്തെ സഖാത്തികള് ജാൻമണിയെ വെറുതെ വിടുമായിരുന്നു. സതീശന്റെ ചെന്നിത്തലയുടെ പോലീസ് ഈ രീതിയിലുള്ള നിസ്സാര വകുപ്പുകളായിരിക്കുമോ ജാൻമണിക്കെതിരെ ചുമത്തുക? അപ്പൊ നിങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ആരെന്ത് അധിക്ഷേപം നടത്തിയാലും നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല അല്ലേ? എന്നിട്ട് നിങ്ങൾ പ്രധാനമന്ത്രി ഭയങ്കര ഫാസിസ്റ്റാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്കിടുന്നു. എന്ത് ഇരട്ടത്തപ്പാണ്? അതല്ലേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത്? ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട് പറയാണല്ലോ, ഞാൻ അവിടെ ജന്തർ മന്ദറിൽ പോയതിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. വീണ്ടും കള്ളത്തരം പറയുകയാണ് അല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണത്രേ ഏറ്റവും വലിയ ഫാസിസ്റ്റ്. നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങൾ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ നമ്മൾ വിമർശിച്ചാൽ ആ വിമർശനങ്ങളൊക്കെ നരേന്ദ്രമോദി മെറ്റയെ വിളിച്ചിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അതൊക്കെ നീക്കം ചെയ്യുന്നു. ഇന്ത്യയിൽ പത്രമാധ്യമങ്ങളെ അടിച്ചമർത്തുകയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്, അടിയന്തരാവസ്ഥയാണ് അല്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് സമാനമാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും മിണ്ടാൻ പറ്റില്ല. ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സഖാക്കളും കോൺഗ്രസ്സുകാരും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട് കേട്ടോ. പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തി എന്ന പരാതി, ജാൻമണിയും 3 പേരും അറസ്റ്റിൽ. ഇത് മലയാള മനോരമയാണ്. അതേപോലെ മാതൃഭൂമിയിലുണ്ട് സമാനമായ വാർത്ത, ഏതാണ്ട് അതേ പ്രാധാന്യത്തിൽ 5-ാം പേജിലാണ് മാതൃഭൂമിയിൽ. പ്രധാനമന്ത്രിയെ അവഹേളിച്ചു എന്ന കേസ് ജാൻമണി ദാസിനെ അറസ്റ്റ് ചെയ്ത് വിട്ടു. ഈ വാർത്ത പറയുന്നത് CJP സമരവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമായ ജാൻമണി ദാസ്, 41 വയസ്സാണ്, ഉൾപ്പെടെ 3 പേരെ സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. നോട്ടീസ് നൽകിയ ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അത്രയേ ഉള്ളൂ. അതായത് ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ ജാൻമണി ദാസിനെ പോലീസ് ഒരു കേസും രജിസ്റ്റർ ചെയ്ത് വിട്ടയച്ചു. എന്താണ് ജാൻമണി ദാസ് ചെയ്ത കുറ്റമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജന്തർ മന്ദറിൽ നടന്ന ആ പാറ്റ കലാപത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കാലത്താണ് ജാൻമണി ദാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഏറ്റവും വലിയ, ഒരു പക്ഷേ നമ്മുടെ ശത്രു രാജ്യങ്ങൾ പോലും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശത്രു രാജ്യങ്ങൾ പോലും, അതായത് പാകിസ്ഥാനിലെ ഒരാൾ പോലും പറയാത്ത, നമ്മൾ കേട്ടാൽ നമ്മൾ ഞെട്ടുന്ന അധിക്ഷേപ പരാമർശമായിരുന്നു ജാൻമണി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രി ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച്, കഴിഞ്ഞ 13 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയെ കുറിച്ച് ജാൻമണി എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞത്, ആ വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചറപറ പാറി കളിക്കുന്നുണ്ട് കേട്ടോ. 1947 ഞാൻ അവർ പറഞ്ഞത് മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല, പറയാൻ പറ്റുന്നതല്ല, എങ്കിലും അതിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത്. 1947
നരേന്ദ്രമോദിയുടെ അച്ഛൻ മരണമടയുന്നു എന്ന ഒരു തെറ്റായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവർ പറയാണ് 47-ൽ നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിച്ചു, 1950-ലാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ് നരേന്ദ്രമോദിയുടെ അമ്മ പ്രസവിക്കുന്നത്. പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് അവർ പരിഹസിക്കുന്നു. ഓ, ഒരു സ്ത്രീ 3 വർഷം ഗർഭം ധരിക്കൂലല്ലോ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അമ്മ പിഴച്ച് പ്രസവിച്ചതാണ് നരേന്ദ്രമോദിയെ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറയുകയാണ്. അതിന്റെ കൂടെ ഒരുപാട് അധിക്ഷേപ പരാമർശങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വിടാം. അവൻ അങ്ങനെ വായന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ തമ്പാക്ക് വെച്ചു, അവൻ അങ്ങനെ പറയുന്നു, അവൻ അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അധിക്ഷേപ പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വിടാം. ഒന്ന്, നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ അമ്മക്ക് കൊടുത്ത സ്ഥാനം അല്ലേ, നമ്മളത് കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത്രയും നരേന്ദ്രമോദി സ്നേഹിക്കുന്ന അമ്മയെക്കുറിച്ച് ജാൻമണി പറഞ്ഞത്, പൊതുമധ്യത്തിൽ പറഞ്ഞത് പരിഹാസത്തോടെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ ആ ജാൻമണിയെ ഏതാണ്ട് ഒരു 1.5 മാസത്തിന് ശേഷം കോഴിക്കോട്ടെ നവ്യ ഹരിദാസ്, അതായത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായ നവ്യ ഹരിദാസ് എനിക്ക് തോന്നുന്നു ആഴ്ചകൾക്ക് മുമ്പാണ് കോഴിക്കോട് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ഏതാണ്ട് ആ ഒരു കാലത്താണ് ടി ജി മോഹൻദാസിനെതിരെ ഇതേപോലെ ഒരു പരാതി ഒരു SDPI-കാരൻ കൊടുത്തപ്പം ചാടിക്കേറി അർദ്ധരാത്രിയല്ല, വീട്ടിൽ അല്ലേ, ആരുടെ ടി ജി മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് സംഘം എത്തി. അവിടുത്തെ വൻ പരിശോധനകളൊക്കെ നടത്തി. അതായത് കോടതി ഇല്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടരുത് എന്ന ഉദ്ദേശത്തോടെ കോടതി ഇല്ലാത്ത ദിവസം, എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നു. ടി ജി മോഹൻദാസിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസമാണ് കോടതി ജാമ്യമില്ല കുറ്റം ചുമത്തിയിട്ടാണ് ആരെ അറസ്റ്റ് ചെയ്യുന്നത്? ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. ടി ജി മോഹൻദാസിന്റെ ആ വീഡിയോയിൽ ഞാൻ പല വീഡിയോകളും അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ടി ജി മോഹൻദാസ് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും ടി ജി മോഹൻദാസ് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ 2 വീഡിയോ, ആ 2 വീഡിയോയിൽ എന്താണ് ടി ജി മോഹൻദാസ് പറഞ്ഞത് എന്ന് ഞാൻ എൻ്റെ ഇത് സംബന്ധിച്ച വീഡിയോയിൽ ഞാൻ അതുമായി ചേർത്തിരുന്നു. ആ വീഡിയോയുടെ ഒരു ഭാഗം ചേർത്തിരുന്നു. അതായത് ജന്തർ മന്ദറിൽ ഒരു സാങ്കല്പിക കാര്യമായിരുന്നു ടി ജി മോഹൻദാസ് പറഞ്ഞത്. ഇവിടൊക്കെ പ്രചരിപ്പിച്ചെന്താണ്? ടി ജി മോഹൻദാസ് പറഞ്ഞു അവിടെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന് ടി ജി മോഹൻദാസ് പറഞ്ഞു എന്ന്. അങ്ങനെ ആയിരുന്നില്ല ടി ജി മോഹൻദാസ് പറഞ്ഞത്. ടി ജി മോഹൻദാസ് പറഞ്ഞത്, ഞാനായിരുന്നു പ്രധാനമന്ത്രി എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് ഞാനാണ് അത് കൈകാര്യം ചെയ്യുക എങ്കിൽ ഞാൻ അവിടെ വ്യവസ്ഥാപിതമായി അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ട് ഞാൻ അനൗൺസ് ചെയ്യും, വെടിവെക്കാൻ പോവുകയാണ് എന്ന് 3 പ്രാവശ്യം അനൗൺസ് ചെയ്യും. അങ്ങനെ അനൗൺസ് ചെയ്തിട്ട് ഞാൻ അവിടെ വെടിവെപ്പ് നടത്തും. ഇത് എല്ലാ സംസ്ഥാന സർക്കാരും, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളൊക്കെ ഇത്തരത്തിൽപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നേരിടാൻ വേണ്ടിയിട്ട് പോലീസ് വെടിവെക്കാറുണ്ട്. നിരവധി പേർ, കേരളത്തിൽ തന്നെ എത്ര പേരാണ് പോലീസ് വെടിവെപ്പിൽ മരിച്ചത്. അപ്പൊ അങ്ങനെ വളരെ ന്യായയുക്തമായ ഒരു കാര്യം ഞാനാണ് അത് കൈകാര്യം ചെയ്യുക എങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ നരേന്ദ്രമോദി എന്നെക്കാൾ വളരെ ഉയരത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി അവിടെ വെടിവെച്ചില്ല, പ്രക്ഷോഭകരുമായി സംസാരിച്ച് വളരെ സമാധാനപരമായി ആ പ്രശ്നം ഒത്തുതീർന്നു എന്ന് വളരെ വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് ടി ജി മോഹൻദാസ് പറഞ്ഞത്. മറ്റൊന്ന്, സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുന്നു. സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞത്രേ. അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. ആ ജന്തർ മന്ദറിൽ നടന്ന കലാപം, അല്ലെങ്കിൽ ആ കലാപത്തിന്റെ ഇടക്ക് പോലീസ്, സുരക്ഷാ സേന അവിടെ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ പ്രക്ഷോഭകാരികൾ തമ്മിൽ വെടിവെക്കുമായിരുന്നു. അത്തരത്തിൽപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പ്രക്ഷോഭം നിയന്ത്രിക്കാൻ പറ്റിയില്ല എങ്കിൽ, അവിടെ സുരക്ഷാ സേന അവിടെ നിയന്ത്രിച്ചില്ല എങ്കിൽ അവിടെ പ്രക്ഷോഭകാരികൾ അവിടെ പരസ്പരം വെടിവെക്കും, ഒരുപാട് പേർ മരിക്കും, കൂട്ട ബലാത്സംഗങ്ങൾ ഉണ്ടാവും. അക്കൂട്ടത്തിൽ ടി ജി മോഹൻദാസ് പറഞ്ഞു ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ചില പെൺകുട്ടികൾ ഉണ്ടാവാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അത്തരം ചില കഥാപാത്രങ്ങളുണ്ട്. കഥയാണ് അദ്ദേഹം പറഞ്ഞത്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മലമുകളിലെ അബ്ദുള്ള എന്ന് പറയുന്ന കഥയിൽ അത്തരത്തിൽപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ ഈ നാട്ടിലെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാണ് എന്നല്ല ടി ജി മോഹൻദാസ് പറഞ്ഞത്.
അങ്ങനെയുള്ള ടി ജി മോഹൻദാസിനെ വീട്ടിലേക്ക് പോലീസ് ഇരച്ചു കയറി മോഹൻദാസിനെ പിടിച്ചുകൊണ്ടുപോയി മോഹൻദാസിനെ ജയിലിലിട്ട് ജാമ്യമില്ലാ കുറ്റം ചുമത്തി. പക്ഷേ ജാൻമണി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച് അല്ലേ നമ്മളാകെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരവസ്ഥയിൽ പറയുകയാണ് ആ അമ്മ പിഴച്ച് പ്രസവിച്ചതാണ് നരേന്ദ്രമോദിയെ എന്ന് പറയുമ്പോൾ ആ വാർത്തയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്രേ. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇതാ നരേന്ദ്രമോദി അല്ല ഈ ജാൻമണിയെ വിളിച്ച് പറയാണ്, ജാൻമണി കൊച്ചെ വരൂ, 2 ജാമ്യക്കാരെയും കൊണ്ടുവരൂ, എന്നിട്ട് സ്റ്റേഷനിൽ ആദരിച്ചിരുത്തി ഒപ്പിടിപ്പിച്ച് വിട്ടയച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ജാൻമണി കേസിന് കാരണം CJP സമരത്തിൽ പങ്കെടുത്തത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ജാൻമണി പുറത്തിറങ്ങി പറയാണല്ലോ, എന്നെ പിടിച്ചതേ ഞാൻ ജന്തർ മന്ദറിലെ സമരത്തിൽ പങ്കെടുത്തതിനാണ്, അല്ലാത്തതിനൊന്നും അല്ലാന്ന്. ജാൻമണി വീണ്ടും വീരവാദം മുഴക്കുകയാണ്. അതുതാ കേസിന് കാരണം CJP സമരത്തിൽ പങ്കെടുത്തത്, CJP സമരത്തിൽ പങ്കെടുത്തതിന്റെ പ്രതികാരമാണ് കേസിന് പിന്നിലെന്ന് ജാൻമണി ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേട്ടില്ലേ? എനിക്ക് നവ്യ ഹരിദാസിനോട് പറയാനുള്ളത്, ഏതായാലും നിങ്ങൾ കേസ് കൊടുത്തു അല്ലേ, നിങ്ങൾ പരാതി കൊടുത്തു കമ്മീഷണർക്ക്, നിങ്ങൾ ജാൻമണിയെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. പോയി ആസാംകാരിയാണെന്നാ പറയുന്നത്, ആസാമിൽ പോയി കേസ് കൊടുക്കണം കേട്ടോ. അവിടെ ഈ രീതിയിലുള്ള സംവിധാനം അല്ല അവിടെയുള്ളത്. അത് എന്നെക്കാൾ നന്നായിട്ട് നവ്യ ഹരിദാസിനെ അറിയാലോ അല്ലേ? എന്നിട്ടാണ് പറയുന്നത് ഇവിടെ എന്താ പറയാ, മാധ്യമ അടിയന്തരാവസ്ഥയാണ്, നരേന്ദ്രമോദിയെ കുറിച്ച് മിണ്ടാൻ പാടില്ല, പോസ്റ്റുകൾ മുഴുവനും നീക്കം ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കും. ഒരൊറ്റ കാര്യം, ബഹുമാനപ്പെട്ട ഒരുപാട് എനിക്ക് സ്നേഹമുള്ള VD സതീശനോടാ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണല്ലോ ജാൻമണി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ? എന്റെ പ്രിയപ്പെട്ട സതീശന്റെ അമ്മയെ കുറിച്ചാണ് ജാൻമണി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെങ്കിൽ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെങ്കിൽ സതീശ വെറുതെ വിടുമായിരുന്നു ജാൻമണിയെ? പോട്ടെ, സതീശനെ കുറിച്ച് അല്ല എന്ന് വിചാരിക്കാം. പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ അമ്മയെ കുറിച്ച്, നരേന്ദ്രമോദിയുടെ അമ്മയെ എങ്ങനെയാണോ ജാൻമണി അധിക്ഷേപിച്ചത്, അതേപോലെ പിണറായി വിജയനെ കുറിച്ച്, പിണറായി വിജയന്റെ അച്ഛൻ മരിച്ച് 3 വർഷത്തിന് ശേഷമാണ് പിണറായി വിജയന്റെ അമ്മ പിണറായി വിജയനെ പ്രസവിച്ചത് എന്ന് ജാൻമണി പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടുത്തെ സഖാത്തികള് ജാൻമണിയെ വെറുതെ വിടുമായിരുന്നു. സതീശന്റെ ചെന്നിത്തലയുടെ പോലീസ് ഈ രീതിയിലുള്ള നിസ്സാര വകുപ്പുകളായിരിക്കുമോ ജാൻമണിക്കെതിരെ ചുമത്തുക? അപ്പൊ നിങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ആരെന്ത് അധിക്ഷേപം നടത്തിയാലും നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല അല്ലേ? എന്നിട്ട് നിങ്ങൾ പ്രധാനമന്ത്രി ഭയങ്കര ഫാസിസ്റ്റാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്കിടുന്നു. എന്ത് ഇരട്ടത്തപ്പാണ്! അതല്ലേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത്? ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട് പറയാണല്ലോ, ഞാൻ അവിടെ ജന്തർ മന്ദറിൽ പോയതിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. വീണ്ടും കള്ളത്തരം പറയുകയാണ് അല്ലേ? എന്താ പറയേണ്ടത്? ശരി, ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.